എല്ലാ ഹിന്ദുക്കളും ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? സംഘപരിവാറിലെ ചില ശക്തികളാണ് ഇന്ത്യയിൽ ഓരോ ദിവസവും പള്ളി പൊളിക്കാനും സർവേ നടത്താനും ഒക്കെ പോകുന്നത്. അതേപോലെ ബംഗ്ലാദേശിലും അവിടെ യുവരാജ്, ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണ്. ഇസ്ലാമിസ്റ്റുകളെ എതിർക്കുന്നവരെയൊക്കെ ഓടിച്ചിട്ട് പിടിച്ച് ഭീഷണിപ്പെടുത്തുകയും ജയിലിൽ അടക്കുകയുമാണ്. ഹിന്ദു വംശഹത്യ തന്നെയല്ലേ ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യമിടുന്നത്? ഞാൻ ആദ്യമായി തന്നെ അങ്ങേക്കും ജനൻ ടി വിക്കും വലിയൊരു അഭിനന്ദനവും നന്ദിയും പറയുകയാണ്. കാരണം നമ്മുടെ നാട്ടിൽ റേറ്റിംഗിൽ 1-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്തിനും 3-ാം സ്ഥാനത്തിനും ഒക്കെ മത്സരിക്കുന്ന ഒരുപാട് മാധ്യമങ്ങളുണ്ട്. ഈ പറയുന്ന സോക്കോൾഡ് മാധ്യമങ്ങളും അവരുടേതായിട്ടുള്ള പത്രമുത്തശ്ശിമാരും പത്രമാധ്യമങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഇവർക്ക് ഈ ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം ഏതെങ്കിലും ഒരു പ്രദേശത്തെ, നമ്മുടെ രാജ്യത്തേതല്ലാത്ത ഒരു വിഷയം ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഹമാസിലെ ഭീകരവാദികളെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവരാക്രമിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന വേദന മാത്രമാണ് അവർക്ക് ഇവിടെ വലിയ വേദനയായിട്ട് മാറുന്നത്. ഈ പറയുന്ന ബംഗ്ലാദേശിലെ ഈ പറയുന്ന അതിക്രമങ്ങളാകട്ടെ, ഇതൊന്നും തന്നെ കാണാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഒരു ചാനലെങ്കിലും മലയാളത്തിൽ അത് കാണാനും കേൾക്കാനും തയ്യാറായി എന്നുള്ള കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമേ അങ്ങേക്കും ജന ടി വിക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുക. നന്ദി യുവരാജ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കൺസേൺ ശ്രീല പ്രഭുപാദർ ആരംഭിച്ചതാണ്. നൂറ്റാണ്ടിന് മുകളിൽ പഴക്കമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്. ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ ഭാരതത്തിലോ ഏഷ്യയിലോ ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് ലോകമെമ്പാടും പ്രവർത്തിക്കുന്നതാണ്. ഇപ്പോൾ US-ലാവട്ടെ, UK-ലാവട്ടെ, റഷ്യയിലാവട്ടെ, ലോകത്ത് നമുക്ക് പേരറിയാവുന്ന ഒട്ടുമുക്കാൽ രാജ്യങ്ങളിലേക്കും ആഫ്രിക്കയിലേക്കും ഒക്കെ തന്നെയും വലിയ രീതിയിലേക്ക് വളർന്നു കയറുവാൻ വേണ്ടിയിട്ട് ഇസ്കോണിന് സാധിച്ചിട്ടുണ്ട്. ഇത് സാധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, വളരെ ശാന്തമായിട്ട് ഒരു തരത്തിലുള്ള ബഹളങ്ങൾക്കോ അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് കിടമത്സരത്തിനോ അല്ലെങ്കിൽ മറ്റൊരു തലത്തിലോ പ്രവർത്തിക്കുന്ന ഒന്നല്ല. ഏതെങ്കിലും അടച്ചിട്ട മുറികളിൽ നിന്നുകൊണ്ട് ഗുപ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതുമല്ല. അവർ തെരുവീഥികളിലും എല്ലായിടത്തും ഭജന പാടിയും നൃത്തം ചെയ്തും മധുരം വിതരണം ചെയ്തും മന്ത്രം ജപിച്ചുമൊക്കെ, മഹാമന്ത്രം ജപിച്ചുമൊക്കെ അവരുടേതായ രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അവരുടെ ബംഗ്ലാദേശിലെ തലപ്പത്തിരിക്കുന്ന ആള്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ ജയിലിൽ സന്ദർശിക്കാൻ പോയതിന്റെ പേരിൽ മറ്റൊരു ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലെ സന്യാസി അദ്ദേഹത്തെ കൂടി അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. ബംഗ്ലാദേശിൽ ഈ പറയുന്ന സാഹചര്യങ്ങൾ മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്ന ലോകത്ത് ഇപ്പോൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജോർജ് സോറോസ് ഉൾപ്പെടെ ഇപ്പോൾ ഇറങ്ങിപ്പോകുന്ന ജോ ബൈഡൻ ഉൾപ്പെടെയുള്ള ചില ആൾക്കാരെല്ലാവരും കൂടി ചേർന്ന് റൺ ചെയ്യുന്ന ഡീപ് സ്റ്റേറ്റിന്റെ പപ്പറ്റായിട്ടുള്ള ആള് പ്രധാനമന്ത്രി പദത്തിലേക്ക് സർവ്വജനാധിപത്യ മര്യാദകളെയും അട്ടിമറിച്ചുകൊണ്ട് കയറി വരുന്ന സമയത്ത് ഇവിടെ ആഘോഷം നടത്തിയ ഒരു മതേതര വിഭാഗം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആൾക്കാരുണ്ട്. ഇവിടെ ഡോട്ടഡ് അലയൻസ് ഉണ്ടല്ലോ, ഇന്ത്യ മുന്നണി, ആ മുന്നണിക്കകത്തുള്ള എല്ലാവരും തന്നെ ചേർന്നുകൊണ്ടായിരുന്നു. ഈ ഇവിടുത്തെ ചില കോൺഗ്രസിന്റെയൊക്കെ നേതാക്കൾ പറഞ്ഞത് നരേന്ദ്രമോദിക്കാണ് അടുത്ത ഷെയ്ഖ് ഹസീനയുടെ അവസ്ഥ വരാൻ പോകുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ബൈഡനും കമലാ ഹാരിസും സോറോസും എല്ലാം കൂടെ ഞങ്ങളുടെ ഒരാളെ പിടിച്ച പ്രധാനമന്ത്രി കസേരയിൽ ഇതുപോലെ ഇരുത്തി തരും എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ച ആൾക്കാരെ നമുക്കറിയാം. അപ്പോൾ അവർ സന്തോഷിച്ചത് എന്തിനാണ്? ഇതുപോലെ ഇത് പോട്ടെ, ഞാൻ ചോദിക്കുന്നത് RSSകാരനെ എന്തെങ്കിലും ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആഘോഷിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരുടെ രാഷ്ട്രീയമായ വിരോധം കൊണ്ട്, ഫ്രസ്ട്രേഷൻ കൊണ്ട് ചെയ്യുന്നതാണെന്ന്. ഇത് നമ്മുടെ സമൂഹത്തിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇസ്കോൺ എന്ന് പറയുന്നത്. അവർ ലോകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയിട്ട് അവർ തീവ്രവാദ പ്രവർത്തനം നടത്തിയെന്നോ അല്ലെങ്കിൽ അവർ ബോംബ് പൊട്ടാൻ പോയെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തു എന്നുള്ള ആക്ഷേപമൊന്നും ആർക്കും തന്നെ ഇല്ല. അവരുടെ പേരിൽ അങ്ങനെ വയലൻസിനോ അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലോ തന്നെയുള്ള ഒരു ചാർജും ലോകത്ത് ഒരു ഭാഗത്തും തന്നെ ഇസ്കോണിനെതിരെ നിലനിൽക്കുന്നില്ല. പക്ഷേ ലോകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ലെഫ്റ്റ് ലിബറൽ എക്കോസിസ്റ്റം ഇളക്കി വിടുന്ന ഒരു വികാരം എന്ന് പറയുന്നത് അത് മറ്റു ചിലർക്ക്, അത് തീവ്ര ഇസ്ലാമിക വിഭാഗത്തിന് കൊടപിടിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണെന്ന് കാലങ്ങളായിട്ട് നമ്മൾ പറയുന്നതാണ്. ഇപ്പോൾ വീണ്ടും ഈ പറയുന്ന ഒരു ലെഫ്റ്റ് ലിബറൽ എക്കോസിസ്റ്റത്തിന്റെ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ബംഗ്ലാദേശിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സർക്കാരിനെ അട്ടിമറിക്കുകയും അങ്ങനെ അട്ടിമറിച്ചതിന് ശേഷം അവരുടെ ഒരു പപ്പറ്റിനെ കൊണ്ടുവയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. അത് വളരെ കൃത്യമായിട്ടും ഈ തീവ്ര ഇസ്ലാമിക് ഫണ്ടമെന്റലിസ്റ്റുകൾക്ക് ഉള്ള കുടപിടിക്കലായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ വർത്തമാന കാലത്തിൽ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇത് ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കേണ്ട, വർത്തമാന കാലത്തിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാവുന്ന ഒന്നാണ്. സേനാപതി വേണു, നമ്മുടെ അയൽരാജ്യത്തെ ഹിന്ദുക്കൾ, ന്യൂനപക്ഷ വിഭാഗം വേട്ടയാടാൻ വിധിക്കപ്പെട്ടവരാണോ? ഇവിടെ പന്ത് തീർച്ചയായും മോദിയുടെ കോർട്ടിലാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ശ്രീ മോഡിയുടെ അദ്ദേഹത്തിന്റെ ആഗോളതലത്തിൽ അദ്ദേഹം ഉണ്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ പ്രതിഭാസത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് നടപടികൾ സ്വീകരിക്കാനുള്ള ചില സാഹചര്യങ്ങളുണ്ട്. കാരണം ഒന്ന്, 25% വൈദ്യുതി ബംഗ്ലാദേശിൽ ഇപ്പോഴും സപ്ലൈ ചെയ്യുന്നത് നമ്മളാണ്. ബംഗ്ലാദേശിന് ആവശ്യമായ ജലത്തിന്റെ സിംഹഭാഗവും നമ്മുടെ നദികളിൽ നിന്ന് തുറന്നുവിട്ടാണ്. ബംഗ്ലാദേശിൽ കഴിഞ്ഞ 15 കൊല്ലമായി ഇന്ത്യയുടെ വികസന പദ്ധതി എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് $15 ബില്യൺ, സബ്ജക്ട് ടു കറക്ഷൻ, $15 ബില്യൺ വികസന പദ്ധതികളാണ് നമ്മൾ കഴിഞ്ഞ 15 വർഷമായി ബംഗ്ലാദേശിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്,
ഒന്ന്, നമ്മൾ ബംഗ്ലാദേശിനെ ഞെരിക്കേണ്ട ഒരു സമയം അത് അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഇന്ത്യ ഇല്ല എങ്കിൽ അവർക്ക് അവിടെ ശരിയായ രീതിയിൽ, കാര്യം ഇപ്പൊ ചൈനയൊക്കെ അപ്പുറത്തുണ്ടെങ്കിലും ഇപ്പോ മനുഷ്യനാണ് അതിർത്തി തീർത്തിട്ടുള്ളൂ. പ്രകൃതി വരച്ച ആ അതിർത്തിയുടെ ഭാഗമായിട്ട് ബംഗ്ലാദേശ് നിൽക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു സഹായം ഇല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോ കാര്യങ്ങൾ കൈവിട്ടു പോകാതെ അവരെ ഇന്ത്യയുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട്, ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇന്ത്യക്കുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവരെ എന്താ പറയുക, വിരട്ടുക എന്നുള്ള പദമല്ല ഞാൻ ഉപയോഗിക്കുന്നത്, സമ്മർദ്ദത്തിലാക്കി ഈ അവിടുത്തെ സാധുക്കളുടെ ഈ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള ബാധ്യത ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെ കയ്യിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഈ അവിടെ നടക്കുന്ന ഈ സംഭവവികാസങ്ങളെ നിരീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ശ്രീനബിയാണ്. യെസ്, ബംഗ്ലാദേശ് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ മുഖം നോക്കാതെ മതം നോക്കാതെ ബംഗ്ലാദേശികളെ ചേർത്ത് പിടിച്ച പ്രസ്ഥാനമാണ് ഇസ്കോൺ. അപ്പോൾ അവരെ ഊട്ടിയ കൈകളിൽ തന്നെ അവർ ഇപ്പോൾ കുത്തുകയാണ്. യുവരാജ്, കൊൽക്കത്തയിലെ തെരുവുകളിൽ ജനങ്ങൾ പ്രതിഷേധിച്ചോടെ നിവൃത്തികെട്ടാണ് മുഖ്യമന്ത്രി മമത അവിടെയും ഇവിടെയും തൊടാതെ ഒരു പ്രസ്താവന ഇറക്കിയത്. അല്ല, പന്ത് മോദിയുടെ കോർട്ടിലാണ്. പന്ത് എല്ലാ കാലഘട്ടത്തിലും മോദിയുടെ കോർട്ടിലും തന്നെ ആയിരിക്കും. അതിനകത്ത് ഇനിയിപ്പോൾ സേനാപതി വേണമെന്നല്ല, കോൺഗ്രസ്സുകാർക്ക് ദീർഘകാലത്തേക്ക് ഇനി അങ്ങോട്ട് വീണ്ടും നോക്കിക്കൊണ്ടിരിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. കാരണം നിങ്ങളുടെ ഇടപെടൽ ഇങ്ങനെയാണെങ്കിലെന്ന് മാത്രമേ എനിക്ക് അതിനകത്ത് പറയാൻ സാധിക്കുകയുള്ളൂ എന്ന്. പക്ഷേ അദ്ദേഹം പറഞ്ഞപ്പോൾ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു വരുന്നുണ്ട്, വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ തുടങ്ങിയപ്പോൾ. അതാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം. നമ്മുടെ ഈ ജോർജ് സോറോസിന്റെ മകന്റെ ഒരു NGO ഉണ്ട്, എൻ്റെ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല, ഞാൻ എഴുതി വെച്ചിട്ടുണ്ടാകും, പക്ഷേ ഇപ്പോൾ ഓർക്കുന്നില്ല പെട്ടെന്ന്. ഈ ലോകത്തുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ പ്രോത്സാഹിപ്പിക്കലായിരുന്നു ഇവരുടെ പ്രധാന പണി. ലോകത്തെ ഏതൊക്കെ ഭാഗത്ത് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ നടക്കും അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ വിദ്യാർത്ഥി പ്രക്ഷോഭം, കർഷക പ്രക്ഷോഭം, ഇങ്ങനെ പല പേരുകൾ ഇട്ടുകൊണ്ട് ലോകത്തെ പല ഭാഗങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. ഇതെല്ലാ രാജ്യത്തും അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ബംഗ്ലാദേശിലുണ്ട്, ഇന്ത്യയിലുണ്ട്, എല്ലായിടത്തും അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ശ്രീ സേനാപതി വേണു പറഞ്ഞു വെച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എല്ലാവരും കൈ കഴുകിയിട്ടങ്ങ് പോയിട്ടുണ്ട്, ബംഗ്ലാദേശിൽ ഇതേ പ്രശ്നം നടക്കുന്നുണ്ട്, മോദി വേണമെങ്കിൽ പരിഹരിച്ചോട്ടെ എന്നുള്ളതാണ്. എന്നിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് അങ്ങ് പ്രസന്റ് ചെയ്യാണ്. ഇത് തന്നെയാണ് ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ്, ഇന്ത്യയിൽ നിൽക്കുന്ന ഗവൺമെന്റ് അതേ ഇടപെടാൻ പറ്റാത്ത ഒരു പ്രശ്നത്തിലുള്ള ഗവൺമെന്റ് ആണ് എന്നുള്ള തരത്തിലേക്ക് അതിനെ വരുത്തി തീർത്ത് വയ്ക്കുക. ഈ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അൺട്രസ്റ്റിന്റെ പുറകിൽ ഇങ്ങനെ ഒരു ഉദ്ദേശവും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. വളരെ ഭംഗിയായിട്ടാണ് അദ്ദേഹം അതിനെ പ്രസന്റ് ചെയ്ത് വെച്ചിട്ട് പോയത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ സേനാപതി വേണു രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ ഇപ്പോൾ 2 മാസങ്ങൾക്ക് മുമ്പ് US പോകുന്ന സമയത്ത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റ് ആണെന്ന് തോന്നുന്നു, ശ്രീ രോഹിത് ശർമ്മ എന്ന് പറയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റ് രാഹുൽ ഗാന്ധിയുടെ ഉപദേശകനായിട്ടുള്ള സാം പിട്രോഡയോട് രാഹുൽ ഗാന്ധി US സംസാരിക്കുന്ന സമയത്ത് ബംഗ്ലാദേശിലെ ഹിന്ദു വേട്ടയ്ക്ക് എതിരായിട്ട് സംസാരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ കോൺഗ്രസ്സുകാർ ചെയ്തത് സാം പിട്രോഡയുടെ ചോദ്യം ചോദിച്ച രോഹിത് ശർമ്മയെ പിടിച്ച് തല്ലി, അയാളുടെ ക്യാമറ പിടിച്ചു വാങ്ങിച്ചു, അത്രയും നേരം ചോദിച്ചുകൊണ്ടിരുന്ന വീഡിയോ മുഴുവൻ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ആളെ ഇറക്കി വിട്ടു. സാം പിട്രോഡയ്ക്ക് പിന്നീട് മാപ്പ് പറയേണ്ടി വന്നു. അതുകൊണ്ട് സംഭവിച്ചില്ല എന്നങ്ങ് പറയരുത്, നിഷേധിക്കരുത്, സാം പിട്രോഡയ്ക്ക് മാപ്പ് പറയേണ്ടി വന്ന സംഭവമാണ്. അന്ന് മുതൽ ഇന്ന് വരെയായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഒരു വാക്ക് പോലും ഈ പറയുന്ന വംശഹത്യക്കെതിരെ അല്ലെങ്കിൽ കൂട്ടക്കൊലയ്ക്കെതിരായിട്ട് അല്ലെങ്കിൽ ഹിന്ദു വേട്ടയ്ക്കെതിരായിട്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്താ സംസാരിക്കാത്തത്? നിങ്ങൾ പറയുന്നു പന്ത് മോദിയുടെ കോർട്ടിലാണ്, മോദിയാണ് അതിനോട് ചെയ്യേണ്ടത്, നമ്മളും സമ്മതിക്കാം. പക്ഷെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും തയ്യാറാകാത്തത്, ഈ വിഷയം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകാതിരുന്നത്? നിങ്ങൾ ഈ CAA കാലഘട്ടങ്ങളിൽ, ആ സമര കാലഘട്ടങ്ങളിൽ മുഴുവൻ പറഞ്ഞിരുന്നത് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ മൈനോറിറ്റീസ് വളരെ സേഫ് ആണെന്നായിരുന്നല്ലോ. ഇപ്പൊ പെട്ടെന്ന് എന്ത് പറ്റി അങ്ങേക്ക് അവർ സേഫ് അല്ല എന്ന് തോന്നാൻ വേണ്ടിയിട്ട്? പിന്നെ അങ്ങ് പറഞ്ഞു സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികം ആഘോഷിക്കുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്ത രാജ്യം എന്താണ് നമുക്ക് എതിരാകുന്ന സാഹചര്യമുണ്ട്. അതിന്റെ അകത്ത് പുറകിലുള്ള മുള്ളു വെച്ചിട്ടുള്ള ധ്വനി, രാഷ്ട്രീയ ധ്വനി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാകാത്ത ആളൊന്നുമല്ലല്ലോ നമ്മൾ, കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും മനസ്സിലാവുന്നുണ്ട്. അങ്ങ് മനസ്സിലാക്കേണ്ട കാര്യം, ആ രാജ്യം നമുക്ക് എതിരായിട്ടില്ല, ആ രാജ്യം നമുക്ക് എതിരാകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ആ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനത തിരഞ്ഞെടുത്ത സർക്കാരിനെ മറ്റ് ചിലർ ചേർന്നിട്ട് അട്ടിമറിക്കുകയും ഒരു പാവയെ കൊണ്ട് അതിന്റെ മുകളിൽ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങ് ചോദിക്കാൻ പോകുന്ന അടുത്ത ചോദ്യം ഉണ്ടാവും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങൾ എന്തുകൊണ്ട് വേറൊരു തരത്തിൽ റിയാക്ട് ചെയ്യുന്നില്ല എന്ന്. അതിന്റെ ഉദാഹരണവും നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ പിടിച്ചെടുക്കുന്ന സമയത്ത് അവിടെയുള്ള 80% ജനതയും ഈ പറയുന്ന താലിബാന്റെ കടന്നുവരവിനെതിരായിരുന്നു. വിമാനത്തിന്റെ ചിറകിൽ വരെ കയറി ആൾക്കാർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷേ മിലിറ്ററൈസ്ഡ് ആയിട്ട് വരുന്ന ഒരു ഫണ്ടമെന്റൽ ഗ്രൂപ്പിനെതിരായിട്ട് വെറും കൈയും കൊണ്ട് വെറും നിലത്ത് ചവിട്ടി നിൽക്കുന്ന ജനതയ്ക്ക് പോരടിച്ച് നിൽക്കാൻ കഴിയില്ലെന്നേ ഇന്ന് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അതായത് ഫണ്ടമെന്റലിസ്റ്റുകളായിട്ടുള്ള ഒരു വിഭാഗം വ്യക്തമായിട്ടുള്ള വിദേശ പിന്തുണയോടുകൂടി അവരുടെ ജനവിധിയെ അട്ടിമറിച്ചുകൊണ്ട് ഒരു പപ്പറ്റിനെ കൊണ്ട് അവിടെ വയ്ക്കുകയും തൊട്ട് അയൽ രാജ്യത്ത് കിടക്കുന്ന നമ്മുടേതായിട്ടുള്ള പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെ അതിന് കൈയടിക്കുകയും ഈ പറയുന്ന മനുഷ്യൻ എന്തോ ഈ പറയുന്ന നമ്മുടെ ഞാൻ കുറച്ച് പറയുകയല്ല അദ്ദേഹത്തിന്
ഉദാഹരണത്തിന് ഈ മുഹമ്മദ് യൂനിസിന് നോബൽ സമ്മാനം കൊടുത്തിരിക്കുന്നത് മൈക്രോ ഫൈനാൻസിനാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെള്ളാപ്പള്ളി നടേശനും ഈ പറയുന്ന നോബൽ പ്രൈസ് കൊടുക്കേണ്ടതാണെന്നാണ് എന്റെ അഭിപ്രായം. കാരണം അദ്ദേഹം ഈ പറയുന്ന മൈക്രോ ഫൈനാൻസ് വളരെ നല്ല രീതിയിൽ നടപ്പിലാക്കിയിട്ടുള്ള ആളാണ്. അപ്പൊ ഈ പറയുന്ന കുറെ പപ്പറ്റുകൾക്ക് ലോകത്ത് മുഴുവൻ ഈ പറയുന്ന നോബൽ സമ്മാനം പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരുടേതായ കുറെ ജിഹ്വകളെ ഈ പറയുന്ന പല രാജ്യങ്ങളിലും സൃഷ്ടിച്ചു വെക്കുകയും പിന്നീട് ഒരു സമയം വരുന്ന സമയത്ത് അവരെ എടുത്ത് വളരെ എന്തോ മഹത്തായ ആൾക്കാരാക്കി പ്രതിഷ്ഠിച്ചതിന് ശേഷം അടിയിൽ കൂടെ ഈ പറയുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങളും ഹിന്ദു വേട്ടയും ഒക്കെ നടത്തുവാനാണ് എന്നുള്ള കാര്യം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സാർ. അപ്പൊ ബംഗ്ലാദേശിലെ ജനത നമുക്കെതിരായിട്ടില്ല. പകരം എന്താണ് അമേരിക്കയില് കമലാ ഹാരിസ് തെരഞ്ഞെടുപ്പ് സമയത്ത് പറയുകയാണ് എന്താണ് ഇത് അവസാനത്തെ തെരഞ്ഞെടുപ്പായിരിക്കും, ഇവിടെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടാൻ പോവുകയാണ്, ഞങ്ങൾ ഭരണഘടന രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത് തന്നെയാണ് ബംഗ്ലാദേശിൽ ഈ പറയുന്ന അവാമി ലീഗിനെതിരായിട്ട് നിൽക്കുന്ന വേറൊരു വിഭാഗവും പറഞ്ഞു, ഞങ്ങളുടെ ഭരണഘടന രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇതേ ടോണി സംസാരിക്കുന്ന ഒരു നേതാവും അദ്ദേഹത്തിന്റെ അണികളും നമ്മുടെ നാട്ടിലും ഉണ്ട്. ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാലോ. ഭരണഘടന രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്തവണ മോദി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി ഇവിടെ ഇലക്ഷൻ ഉണ്ടാകില്ല, ഇലക്ഷൻ തോറ്റു കഴിഞ്ഞാൽ പിന്നെ അത് മുഖം നല്ല കണ്ണാടിയുടെ കുറ്റം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇത് ഒരേ സ്ക്രിപ്റ്റ് എഴുതി അവതരിപ്പിക്കുന്ന ഒരു ബ്രെയിന് ചില സ്ഥലങ്ങളിൽ ഇരിക്കുന്നുണ്ട്. അവരുടെ ജിഹ്വകളായിട്ട് കുറച്ച് ആൾക്കാർ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനത്തിന്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിജി വളരെ വ്യക്തമായിട്ട് കയറി വന്നതുകൊണ്ട് മാത്രം ഇവിടെ അത്തരം കാര്യങ്ങൾ നടക്കാതെ പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയോട് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ബംഗ്ലാദേശിലെ ജനത നമുക്കെതിരായിട്ടില്ല. ഇപ്പൊ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാലും ഉറപ്പായിട്ടും എനിക്ക് 100% ഉറപ്പുണ്ട് ഷെയ്ഖ് ഹസീന തന്നെ എനിക്ക് വീണ്ടും ജയിച്ചിട്ട് അവിടെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ ഒരു യുദ്ധപ്രഖ്യാപനത്തിലേക്കൊക്കെ ഇന്ത്യ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. ആർക്കെതിരെ യുദ്ധം ചെയ്യും? ആർക്കെതിരെ യുദ്ധം ചെയ്യും? അത് ചോദ്യമാണ്. ഇപ്പൊ പാകിസ്ഥാനിൽ ഈ പറയുന്ന ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത്, നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്ന സമയത്ത് നമുക്കറിയാം ആ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്ന വിങ്ങിനെതിരെ അല്ലെങ്കിൽ ആ ഭാഗത്തിനെതിരെ നമുക്ക് കൃത്യമായിട്ട് അടിച്ചാൽ മതി. ഇതിപ്പോ എന്താണ് ചെയ്യുക? അപ്പൊ ഇത് ഇന്റർനാഷണൽ പ്രഷറോടുകൂടി തന്നെയാണ് നടക്കേണ്ടത്. സ്വാഭാവികമായിട്ട് നടക്കും. ലോകത്തിന്റെ ശാക്തിക ചേരികള് അത് കൃത്യമായിട്ടൊന്ന് വന്നോട്ടെ. അതിനൊരൽപ്പം ടൈം എടുക്കുമായിരിക്കും. പക്ഷേ അത് നടക്കാതെ പോകുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. വളരെ കൃത്യമായിട്ട് തന്നെ നടക്കുക തന്നെ ചെയ്യും. പക്ഷേ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം എവിടെ പോയി ഈ വിഷയത്തില്? അത് അങ്ങ് മറുപടി പറയേണ്ടതാണ്. പ്രതിപക്ഷം എവിടെ പോയി? പ്രതിപക്ഷ നേതാവ് എവിടെ പോയി? അദ്ദേഹത്തിന്റെ ഒരു കൺസേൺ എങ്കിൽ അദ്ദേഹം പറയണ്ടേ? പറയുന്നില്ലല്ലോ. ഇനിയെങ്കിലും അദ്ദേഹം വാതുറക്കാൻ തയ്യാറാകുമോ? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ലിബിയ, സിറിയ, എത്യോപ്യ, ലോകത്തിന്റെ എത്രയോ ഭാഗങ്ങളിൽ ഇപ്പോൾ വംശീയ കലാപങ്ങളും വംശീയ ഹത്യകളും. ഇന്നിപ്പോ നമ്മൾ ഈ ചാനൽ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് സിറിയയിലാണെന്ന് തോന്നുന്നു, അത് ലിബിയയിലോ, രണ്ട് വംശങ്ങൾ തമ്മിലുള്ള വംശീയ കലാപത്തിന്റെ വാർത്ത മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ എടുത്തിരിക്കുന്ന നിലപാട് വളരെ കൃത്യമായി. ഈ സംഘടന ഫേസ്ബുക്ക് നോക്കുമായിരുന്നു. സമീപകാലത്തും അങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയത് കണ്ടില്ല കേട്ടോ. ആ സമ്പൽ വിഷയത്തെ പ്രതികരിച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് നീണ്ട ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അല്ല, ബംഗ്ലാദേശ് വിഷയത്തിലും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ് വിഷയത്തിലും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പത്രക്കാർ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായി അദ്ദേഹം ഉത്തരം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കൃത്യമായ ഉത്തരം കൊടുത്തു. ക്യാമറ തല്ലിപ്പൊളിച്ചുണ്ട്. അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനം. അല്ല, ഞാൻ വ്യാഖ്യാനാണോ ശ്രീസേനാപതി വേണോ? വ്യാഖ്യാനാണോ പിന്നെ എന്തിനാ സാമ്പിട്രോടെ മാപ്പ് പറയുന്ന സാഹചര്യം ഉണ്ടായത്? അല്ല, അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് സാർ. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് രോഹിത് ശർമ്മ ചോദിച്ച ചോദ്യം ബംഗ്ലാദേശ് ഹിന്ദു കൂട്ടക്കൊലയെ കുറിച്ചിട്ട് രാഹുൽ ഗാന്ധി സംസാരിക്കുമോ എന്നായിരുന്നു. അതിനാണ് കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തെ ആക്രമിച്ചത്, അദ്ദേഹത്തിന്റെ ക്യാമറ തല്ലിപ്പൊളിച്ചത്. ഞാൻ ചോദിക്കുന്ന പിന്നെ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചാൽ പോലെ സാമ്പത്രോടെയാണല്ലോ ചോദിക്കുന്നത്. സാമ്പിട്രോടെയാണല്ലോ അവിടെ ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത്. സാമ്പിട്രോടെയോട് ചോദിക്കാൻ പാടില്ല. രാഹുൽ ഗാന്ധിയുടെ അഡ്വൈസറായ സാമ്പിട്രോടെയോട് ചോദിക്കുമ്പോൾ മറുപടി പറയുന്നതിന് പകരം കോൺഗ്രസ് പ്രവർത്തകരെ ചോദ്യം ചോദിച്ച ആളെ കൈയേറ്റം ചെയ്തിട്ട് കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധി എന്ത് പ്രസംഗിക്കണം എന്ത് പ്രസംഗിക്കരുത് എന്നൊന്നും തീരുമാനിക്കുന്നത് സാമ്പത്രോടെയല്ല. അത് രാഹുൽ ഗാന്ധിയുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് പ്രസംഗം എഴുതി കൊടുക്കുന്ന PR ഏജൻസിയുടെ പണിയായിരിക്കും അല്ലേ? PR ഏജൻസി എഴുതി കൊടുക്കുന്ന പ്രസംഗങ്ങൾ നടത്തുന്ന പല ആളുകളും ഉണ്ടല്ലോ. വിദേശത്ത് പോയി അവർക്ക് പേപ്പർ തെറ്റിപ്പോകുന്നതും പ്രസംഗിക്കേണ്ടത് എന്താണെന്ന് മാറിപ്പോകുന്നതും ഒക്കെ പേപ്പർ മാറിപ്പോകുന്നതും പ്രസംഗം തെറ്റിപ്പോകുന്നതും ഒക്കെ സ്വാഭാവികമാണ്. ഏത് ചോദ്യത്തിനും ഒരേ ഉത്തരം പറയുന്ന ആൾക്കാരും ഉണ്ട്. എന്ത് ചോദിച്ചാലും ഒരേ ഉത്തരം തന്നെ പറയുന്ന ആൾക്കാരും. അല്ല, ഏത് ചോദ്യത്തിനാണ് ഇന്റർവ്യൂ എനിക്ക് ഓർമ്മയുണ്ട് പറഞ്ഞാണ് എല്ലാ ചോദ്യത്തിനും ഒരേ ഉത്തരം. യുവരാജ് ചോദ്യത്തിന് ഉത്തരവേലും പറയുന്നുണ്ടല്ലോ. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യത്തിന് ഉത്തരം പോലും ഇല്ലാത്ത ചില ആളുകളുണ്ടല്ലോ. അല്ല, ചോദ്യം ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് ഉത്തരം ഉണ്ടല്ലോ. ഏത് ചോദ്യത്തിലാണ് ഉത്തരം പറയാതെ പോയത്? അല്ലാണ്ട് ഏത് ചോദ്യം ചോദിച്ചാലും ഒരേ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നതേ അതിലേക്ക് നമുക്ക് വരാം. അല്ല, ചോദ്യം ചോദിക്കാൻ അനുവദിക്കാത്ത ആളുകൾ അതുണ്ടല്ലോ. ചോദ്യം ചോദിക്കാൻ അനുവദിക്കാത്ത ഏതാളുള്ള? എനിക്കറിയില്ല അങ്ങനെ ഒരാളെ. ചോദ്യം ചോദിക്കാൻ അനുവദിക്കാത്ത ഏതാളുള്ള സാർ? അല്ല, യുവരാജ്, ചില നേതാക്കൾ ചോദ്യമൊന്നും അനുവദിക്കുന്നില്ലല്ലോ. അവർ റേഡിയോയിൽ അങ്ങോട്ട് പറയുന്നത് മാത്രമല്ലേ ഉള്ളൂ, ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും കേൾക്കുന്നില്ലല്ലോ. നമ്മുടെ വിഷയം ഇപ്പോൾ അതല്ലാത്തതുകൊണ്ട് ഞാൻ ആ പക്കത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ബംഗ്ലാദേശിൽ ആക്രമിക്കപ്പെടുന്നവർ അവർ പഴയ ഭരണകക്ഷിയുടെ ആളുകളും അതോടൊപ്പം തന്നെ അവിടുത്തെ ന്യൂനപക്ഷത്തിന്റെ ആളുകളും ഒക്കെ ഒരേ രീതിയിൽ അവർ ആക്രമിക്കപ്പെടുന്നു. അവിടുത്തെ ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ രാഷ്ട്രത്തിൽ പൊളിറ്റിക്കൽ അസൈലം തേടിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഏതായാലും ഈ കാര്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു, ഇന്ത്യയിലെ പ്രതിപക്ഷം
അപ്പുറത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമത്തെ അതിശക്തമായി അപലപിച്ചിട്ടുള്ളതാണ്. ആ കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ആ കാര്യത്തിലാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി പറഞ്ഞത് ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും പിന്തുണ ഉണ്ടാകും എന്നുള്ള കാര്യം വളരെ സുവ്യക്തമായി കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി ആ കാര്യം അഭിപ്രായത്തിലൂടെ പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. യുവരാജ്, അല്ല സാർ, പ്രതികരിച്ചു എന്നുള്ള കാര്യത്തോട് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ പ്രതികരിച്ചിരിക്കുന്നത് അങ്ങീ പറയുന്നത് പോലെ തന്നെ രണ്ടാം നിരയിലുള്ള കുറച്ച് ആൾക്കാരെ ഇറക്കി നിർത്തിയിട്ട് ഒഴുക്കം വെട്ടലുള്ള ചില പ്രതികരണങ്ങളുണ്ട്. നമ്മൾ ആ പ്രതികരണത്തെക്കുറിച്ച് തപ്പിക്കഴിഞ്ഞാൽ, അന്വേഷിച്ചു കഴിഞ്ഞാൽ മാത്രം നമ്മുടെ കയ്യിലേക്ക് വരുന്ന തലത്തിലുള്ള ചില പ്രതികരണങ്ങളുണ്ട്. ഇപ്പൊ അങ്ങയോട് അനിൽ നമ്പ്യാർ ഞാനും ആദ്യത്തെ റൗണ്ടിൽ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. എന്റെ ചോദ്യം അദ്ദേഹം റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ഹമാസ് ആക്രമിക്കപ്പെടുന്നത് പോലെ പലസ്തീൻ ആക്രമിക്കപ്പെടുമ്പോൾ ഉള്ളതുപോലുള്ള അങ്ങ് അതിശക്തമായി അപലപിച്ചു എന്നൊന്നും പറയരുത് സാർ. അതിശക്തമായിട്ടൊന്നും ആ തരത്തിലുള്ള അപലപനമൊന്നും നമ്മൾ ഇവിടെ കണ്ടിട്ടില്ല. നമ്മുടെ കേരളത്തില് നിയമസഭയ്ക്കകത്ത് വരെ ഭരണകക്ഷിയും പ്രതിപക്ഷവും കൂടി ചേർന്നുകൊണ്ട് അപലപിക്കുന്ന തലത്തിലേക്കാണ് പലസ്തീൻ വിഷയം വരുന്ന സമയത്ത് നിങ്ങൾ പെരുമാറിയിട്ടുള്ളത്. അല്ല, അത് അവിടെ നിൽക്കട്ടെ, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് അതിന്റെ 10-1 ഒരു ഫോഴ്സോട് കൂടിയിട്ടുള്ള ഒരു പ്രതികരണം നിങ്ങളുടെ ആരുടെയും ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പിന്തുണയോടുകൂടിയാണ് നിങ്ങൾ ഇന്ത്യയിൽ പല സ്ഥലത്തും മത്സരിക്കുന്നതും നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും അവരുടേതായ വോട്ട് ബാങ്കുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവരെ ആരെയും പിണക്കുന്നതിനോട് താല്പര്യമില്ല. അതാണ് യാഥാർത്ഥ്യം. പിന്നെ അങ്ങ് സിറിയയിലെയും അവിടുത്തെ കാര്യം പറഞ്ഞു. ശരി, നിങ്ങൾ പലസ്തീനിൽ ആൾക്കാർ ചെയ്തപ്പോൾ നിങ്ങൾ അപലപിച്ചു, ബംഗ്ലാദേശിൽ നിങ്ങൾ അപലപിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ സിറിയയും ബംഗ്ലാദേശും ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിറിയയുടെ കാര്യത്തിൽ എന്താ അപലപിക്കാൻ പോകാത്തെ? നിങ്ങൾ ഈ പറയുന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി കൂടിയിട്ട് സിറിയയിലെ കാര്യത്തിൽ എന്തിനാ അപലപിക്കാൻ പോകാത്തെ? അപ്പൊ സിറിയയും ബംഗ്ലാദേശും ഒരുപോലെയൊന്നും അല്ല. ബംഗ്ലാദേശിലെ വിഷയത്തിനകത്ത് വേറെ പ്രത്യേകമായിട്ടുള്ള കരുതൽ തന്നെ ആവശ്യമുണ്ട്. അത് നിങ്ങൾ പലസ്തീനിൽ കൊടുക്കുന്ന ആ കരുതലുണ്ടല്ലോ, ആ കരുതലിന്റെ അതേ ഇന്റൻസിറ്റിയിലല്ല, അതിൽ മുകളിലുള്ള ഇന്റൻസിറ്റിയിൽ നിങ്ങൾ കൺസേൺ രേഖപ്പെടുത്തേണ്ടതാണ്. അല്ലാണ്ട് ഒഴുക്കം മട്ടിൽ ഞങ്ങൾ അപലപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോകേണ്ടതല്ല എന്ന് അങ്ങ് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ ഒരൊറ്റ കാര്യം കൂടി അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഓൾറെഡി തന്നെ പല കമ്പനീസും അവിടെ പവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 60-70% ഒക്കെ അവിടെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിസിറ്റി ഒക്കെ കട്ട് ചെയ്യുന്ന സാഹചര്യം ഇതിനോടകം തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അങ്ങും ഉൾപ്പെടെ പറഞ്ഞതുപോലെ തന്നെ ബംഗ്ലാദേശിലെ ജനത നമുക്കെതിരല്ല, ചില ഫണ്ടമെന്റലിസ്റ്റുകളാണ് നമുക്കെതിരായിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റ് ഫോഴ്സസിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഇന്ത്യ ബംഗ്ലാദേശിലെ ജനതയെ ഉപദ്രവിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ആ ജനത ഉൾപ്പെടെ നമുക്കെതിരെ തിരിയുന്ന സാഹചര്യം ഉണ്ടാവുകയും വേണമെന്നാണ്. അങ്ങനെ ഒറ്റയടിക്ക് അവിടെ കുടിവെള്ളവും കറണ്ടും എല്ലാം കൂടി ഇന്ത്യ കട്ട് ചെയ്ത് കളയുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ആ ജനതയുടെ മനസ്സിനകത്തും ഇന്ത്യ എന്ന് പറയുന്ന ഒരു ശത്രു രാജ്യമാണ് എന്ന് പറയുന്ന ഒരു കാര്യം ഡെവലപ്പ് ആവും. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ മുഖങ്ങളും അവരുടെ നേതാക്കളും ആഗ്രഹിക്കുന്ന എന്നുള്ള കാര്യവും ഞങ്ങൾക്കറിയാം. സ്വാഭാവികമാണ് അതൊക്കെ. നിങ്ങൾ കൂട്ടുകക്ഷിയാകുമ്പോൾ എല്ലാവർക്കും അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും. അവരുടെ ജിഹ്വയായിട്ട് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇവിടെ പലരും പ്രവർത്തിക്കും. നമുക്ക് അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ കഴിയില്ല. എടുപിടിന്ന് ഭാവിയിൽ ചിലപ്പോൾ ആ സമയത്ത് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് വരെ പോകേണ്ടി വരും. ഗവൺമെന്റിനെ ഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല എന്നും പറയുന്നില്ല, ഗൗരവമായി ഇടപെടുന്നില്ല. അപ്പോഴും നോക്കുന്നത് ഇന്ത്യയിൽ ഇതിന്റെ പേരിൽ ഒരു വർഗീയ ധ്രുവീകരണോ അല്ലെങ്കിൽ ഒരു ധ്രുവീകരണം ഉണ്ടാക്കി കിട്ടുമോ എന്ന് നോക്കിയിട്ട് ഇടപെടാതിരിക്കുകയാണ്. ഈ BJPയുടെ എപ്പോഴത്തെ ആവശ്യം എന്താണ്? ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇന്ത്യയിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാവുള്ളൂ. എന്നിട്ട് ചോദിക്കാം കോൺഗ്രസ് എന്താ ഞാൻ പറയട്ടെ, കോൺഗ്രസ് ആണോ ഭരിക്കുന്നത്? രാഹുൽ ഗാന്ധിയാണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി? അവർക്ക് പറയാം, അവരൊക്കെ പറയുന്നു തേജസ്വി യാദവ് RJDയുടെ സലീം അടവൂർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. കോൺഗ്രസ് അല്ല ഇന്ത്യ ഭരിക്കുന്നത്, രാഹുൽ ഗാന്ധി അല്ല ഇന്ത്യ ഭരിക്കുന്നത്, RJD മുന്നണി അല്ല ഇന്ത്യ ഭരിക്കുന്നത്. പിന്നെ എന്തിനാ നിങ്ങൾ പലസ്തീന് വേണ്ടി നെഞ്ചത്തടിച്ച് കരയുന്നത്? മിണ്ടാതിരുന്നൂടെ? പറയട്ടെ, എന്ത് പറയട്ടെ? നിങ്ങൾ ഇപ്പൊ ഇത്രയും നേരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ മിണ്ടാതിരുന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറയുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കുകയാണല്ലോ. അല്ലല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ അങ്ങോട്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇമ്രാൻഖാൻ എന്ന് പറയുന്ന മതേതരനായ നേതാവിന്റെ വാഴ്ത്തുപാട്ടൊക്കെ അങ്ങ് നടത്തി കഴിഞ്ഞല്ലോ. ഇമ്രാൻഖാൻ എന്തുകൊണ്ട് നമ്മൾ അസ്ഥിരപ്പെടുത്തി, പാകിസ്ഥാനെ എന്തുകൊണ്ട് നമ്മൾ ആക്രമിച്ചു എന്നൊക്കെയാണ് അങ്ങ് ചോദിക്കുന്നത്. പാകിസ്ഥാൻ അതിർത്തി കടന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. പാകിസ്ഥാൻ അതിർത്തി കടന്ന് ഇങ്ങോട്ടേക്ക് തീവ്രവാദം കയറ്റി അയക്കുന്ന രാജ്യമാണ്. അല്ലാന്ന് അഭിപ്രായം ഉണ്ടോ സലീം അടവൂരിന്? ചോദിക്കുന്നതിന് അങ്ങ് ഉത്തരം പറയൂ. പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ടെററിസം എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമല്ല എന്ന അഭിപ്രായം ഉണ്ടോ? ബംഗ്ലാദേശ് അങ്ങനെ ചെയ്യുന്നു എന്ന് അഭിപ്രായം ഉണ്ടോ? ഞാൻ തികച്ച് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ചാടി കളിക്കരുത്. അങ്ങയോട് ചോദിച്ചത് അങ്ങ് പറഞ്ഞ ഒരു കാര്യത്തിൽ തിരിച്ച് ചോദിക്കുന്നത്. അങ്ങ് പറഞ്ഞ ഒരു സ്റ്റേറ്റ് അങ്ങ് 10 മിനിറ്റായിട്ട് സംസാരിക്കുകയല്ലേ? അങ്ങ് 10 മിനിറ്റായിട്ട് സംസാരിക്കുന്ന ആളാണ്. അങ്ങ് പറഞ്ഞത് കൊള്ളത്തരം അങ്ങേക്ക് എന്നെ ബോധ്യപ്പെടുത്തി തരിക എന്നുള്ളത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ടെററിസം എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണോ അല്ലയോ? ഇമ്രാൻഖാൻ രാജ്യം ഭരിക്കുന്ന സമയത്ത് ഉറിയിൽ ഉൾപ്പെടെ ടെററിസ്റ്റ് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ? ഞാൻ പറയാൻ നിങ്ങൾ ചോദ്യം കഴിഞ്ഞോ? ഞാൻ പറയുന്നത് കേൾക്കണം. നിങ്ങൾ ഇതിനിടക്ക് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് ബാക്കി കേൾക്കാം. നിങ്ങൾ അതിനെ ഭീഷണി വേറെ ആളെ നോക്കണം, മര്യാദ ചെയ്ത് കേൾക്കണം.
നിങ്ങൾ എന്താ മനസ്സിലാക്കി? നിങ്ങൾ ആരാ? നിങ്ങൾ വേറെ ചാനൽ അപ്പൊ താങ്കൾക്ക് ഉത്തരവില്ല, അത് പറഞ്ഞിട്ട് താങ്കൾ തുറന്നോളൂ. താങ്കൾക്ക് ഉത്തരവില്ല, താങ്കൾ അത് പറഞ്ഞിട്ട് താങ്കൾ തുറന്നോളൂ. താങ്കൾ പറഞ്ഞതിന്റെ പൊള്ളത്തരം താങ്കൾക്ക് മാത്രമല്ല കേട്ടോണ്ടിരുന്നവർക്ക് കൂടി ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്നുണ്ടായിരുന്നു. എന്റെ പണി കഴിഞ്ഞു, ഇനി താങ്കൾ ബാക്കി ബ്ലഫ് ചെയ്തോളൂ. നിങ്ങൾക്ക് പറയാനില്ലാത്തത് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞത് എനിക്ക് ഉത്തരം, ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം ഞാൻ പറയാം. പാകിസ്ഥാൻ അതിന്റെ ജന്മം തൊട്ട് ഇന്നേ വരെ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനും ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താനും അത് മത്സരിച്ച ഒരു രാജ്യം തന്നെയാണ്. ആർക്കും അഭിപ്രായ വ്യത്യാസം. അതുകൊണ്ടാണ് പാകിസ്ഥാനിൽ ആക്രമണം നടത്തുന്നത്. അങ്ങനെ മനസ്സിലാക്കണമല്ലോ. ഞാൻ പറയട്ടെ, നിങ്ങൾ എടുത്ത് വേണ്ട ചർച്ച വേണ്ട. ഞാൻ പറയുന്നത്, പക്ഷേ ഇതേവരെയുള്ള പാകിസ്ഥാൻ ഗവൺമെന്റുകളിൽ നിന്ന് അല്പം ചില മതേതര കാഴ്ചപ്പാടുകൾ ഇമ്രാൻഖാൻ എന്ന് പറയുന്ന ക്രിക്കറ്റ് കളിക്കാരൻ അവിടുത്തെ പ്രധാനമന്ത്രിയായപ്പോൾ ഉണ്ടായി. നിങ്ങൾ നിഷേധിച്ചാലും ഉണ്ടായി. 408 ക്ഷേത്രങ്ങൾ പുനഃസ്ഥാപിക്കുകയും പുനരുദ്ധരിക്കുകയും ചെയ്തു. നിങ്ങൾ തെറ്റാണെങ്കിൽ പറയണം. ഇസ്ലാമാബാദിൽ കൃഷ്ണക്ഷേത്രം നിർമ്മിക്കാൻ അവിടെ 10 കോടി കൊടുത്തുകൊണ്ട് ഭൂമി കൊടുത്തു. അവിടുത്തെ ഹിന്ദു സമൂഹത്തിന്റെ അവർ പറയുക, അവരുടെ പ്രസ്താവന തന്നെയുണ്ട്. ഞങ്ങൾക്ക് വളരെ സഹായം, അതായത് ലാൽചന്ദ് മാഥൂർ എന്ന് പറയുന്ന ഇവരൊക്കെ, ലാൽചന്ദ് മാഥൂർ തുടങ്ങിയ അതിന്റെ നേതാക്കൾ, ഇവരൊക്കെ തന്നെ നേതൃത്വത്തിൽ വളരെ സന്തോഷം രേഖപ്പെടുത്തി. അപ്പൊ ഒരു ചെറിയ മതേതര കാഴ്ചപ്പാട് അയൽരാജ്യത്ത് ഉണ്ടായാൽ നമ്മൾ അതിനെയാണ് പരിപോഷിപ്പിക്കേണ്ടത്. ഇന്ത്യയെ നല്ല ബന്ധം വരണം. അതുകൊണ്ടാണ് അടൽ ബിഹാരി വാജ്പേയി ഇതൊക്കെ ഉണ്ടായിട്ട് അങ്ങോട്ട് പോയത്, പാകിസ്ഥാനിലേക്ക് പോയത്. എന്തിനാ LK അദ്വാനി പോയത്? പോകണ്ടായിരുന്നല്ലോ. അവർ പോയതിനാ ഈ അയൽ രാജ്യങ്ങളുമായി നല്ല ബന്ധം ഉണ്ടാക്കി അവരെ നമ്മുടെ ഇന്ത്യയുടെ മതേതര കാഴ്ചപ്പാടിലേക്കും അയൽ സൗഹൃദത്തിലേക്ക് കൊണ്ടുവരാനാണ്. അവിടത്തേക്ക് ബസ് സർവീസ് തുടങ്ങിയത് കോൺഗ്രസ് ആണോ? അല്ലല്ലോ, അടൽജിയാണ് ബസ് സർവീസ് തുടങ്ങിയത് അല്ലെ? അങ്ങോട്ട് ഇന്ത്യയും പാകിസ്ഥാനുമായി നല്ല ബന്ധം ഉണ്ടാക്കാൻ ശ്രമിച്ചത് അടൽജിയാണ്. അവിടെ ഒരു മതേതര കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞു തീർക്കട്ടെ, നിങ്ങൾക്ക് എന്തും പറയാം. പറയട്ടെ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അയൽ ബന്ധം നന്നാക്കാൻ ശ്രമിച്ചത് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിലാണ് ഏറ്റവും നന്നായി ശ്രമിച്ചത്. അത് വലിയ മാറ്റം തന്നെയാണ്. പല കാര്യത്തിലും അദ്ദേഹത്തിന് BJP ആയതുകൊണ്ട് ഞാൻ എതിർക്കൊന്നുമില്ല, നല്ല ക്രിയാത്മകമായി പ്രവർത്തിച്ചിട്ടുണ്ട്. യുവരാജ്, എന്തുകൊണ്ട് നരേന്ദ്രമോദി കണ്ണുരുട്ടുന്നില്ല? കണ്ണുരുട്ടാത്തതിലുള്ള നരേന്ദ്രമോദി ആവശ്യത്തിന് നല്ല ഇതിനകത്ത് ഈ കണ്ണുരുട്ടുക എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു രാജ്യത്ത് നമ്മൾ ചാടിക്കയറി ഭീഷണിപ്പെടുത്തുക, ഒരു രാജ്യത്ത് ഗവൺമെന്റിനെ കയറി ഭീഷണിപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് ആദ്യത്തെ 2 റൗണ്ട് നമ്മൾ സംസാരിക്കുക, സംസാരം മുമ്പോട്ട് പോയതിന് ശേഷം മാത്രം അവിടുന്ന് തിരിച്ച് മറുപടി വരിക, അതിനുശേഷം മാത്രം ഭീഷണിപ്പെടുത്തുക എന്നുള്ളതൊക്കെയാണ്. അല്ലാണ്ട് ഇദ്ദേഹം പറയുന്നത് പോലെ ഇദ്ദേഹത്തിന് ഞാൻ കുറച്ച് നേരമായിട്ട് ഇദ്ദേഹത്തിന്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം ചോദിക്കുകയാണ് എന്തുകൊണ്ട് ഇമ്രാൻഖാൻ ഗവൺമെന്റിനെ ഇന്ത്യ അസ്ഥിരപ്പെടുത്തി. ഇന്ത്യ എന്താ അസ്ഥിരപ്പെടുത്തിയെന്നേ? ഇന്ത്യയുടെ ഇമ്രാൻഖാൻ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് പോയത്? ഇമ്രാൻഖാൻ അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ ബഹളം ഉണ്ടായി, അദ്ദേഹത്തിനെ കോടതി എന്തോ ശിക്ഷിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി, അദ്ദേഹത്തിന്റെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന അവസ്ഥയുണ്ടായി. ഇന്ത്യ ഗവൺമെന്റ് എന്ത് ചെയ്തെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇദ്ദേഹത്തിന് നാഷണൽ പൊളിറ്റിക്സ് മനസ്സിലാകുന്നില്ല, ഇന്റർനാഷണൽ പൊളിറ്റിക്സ് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇന്ത്യ ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് പോയി പാകിസ്ഥാൻ ഗവൺമെന്റിനെ അട്ടിമറിച്ചു എന്ന് ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞോ? താങ്കൾ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? താങ്കൾ എവിടെ വായിച്ചത്? അല്ല, ഇന്ത്യ ഗവൺമെന്റ് എവിടെ അട്ടിമറിച്ചതാണ്? അല്ല, ഇന്ത്യ ഗവൺമെന്റ് അട്ടിമറിച്ചത് തെളിവ് കാണിച്ചാൽ താങ്കൾ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞതല്ല. ഇമ്രാൻഖാൻ ഗവൺമെന്റിനെ ഇന്ത്യ അസ്ഥിരപ്പെടുത്തുന്നത് താങ്കളാണ് പറഞ്ഞത്. ഇന്ത്യ ഗവൺമെന്റ് എവിടെ അസ്ഥിരപ്പെടുത്തിയെന്ന് താങ്കൾ പറയുന്നേ? അല്ല, നമ്മൾ ഈ താങ്കൾ എണീറ്റ് ഓടല്ലേ കുറച്ച് നേരമായി ഒളിച്ചോട്ടം തുടങ്ങിയിട്ട്. അങ്ങോട്ടേക്ക് ചോദ്യം വരുമ്പോൾ അവിടെ കിടന്ന് ഉരുളാനും ഓടാനും ഒക്കെ അങ്ങേക്ക് നന്നായിട്ട് അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങ് അവിടെ അടങ്ങിയിരിക്കൂ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയൂ. അങ്ങ് പറഞ്ഞു ഇന്ത്യ ഇമ്രാൻഖാൻ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തിയെന്ന് പറഞ്ഞു. എങ്ങനെ അസ്ഥിരപ്പെടുത്തി? എവിടെ അസ്ഥിരപ്പെടുത്തി? ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഇന്ത്യ അസ്ഥിരപ്പെടുത്തി എന്ന് പറയുന്ന ഒരു പത്ര റിപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തരൂ. ഇന്ത്യ എന്ന് പറയുന്ന ഗവൺമെന്റ് ഏതെങ്കിലും മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനും അവിടുത്തെ സർക്കാരുകളെ അട്ടിമറിക്കുവാനും പോകുന്ന, അസ്ഥിരപ്പെടുത്തുവാനും പോകുന്ന ഭീകരവാദ ഗവൺമെന്റ് ഒന്നുമല്ല ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങേക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് അത് ആദ്യം തിരുത്തണം. രണ്ടാമത്തെ കാര്യം, അങ്ങ് മിണ്ടാതിരിക്കുക. എന്റെ ഊഴാണ്, ഞാൻ സംസാരിക്കുകയാണ്. പറഞ്ഞോട്ടെ, കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, നിർത്താനായിട്ടില്ല, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. 2, ഇമ്രാൻഖാൻ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ പാകിസ്ഥാനിൽ ഇന്ത്യ ആക്രമണം നടത്തിയതിൽ അങ്ങയുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇനിയും ആക്രമിക്കും. ഇങ്ങോട്ടേക്ക് ഭാരത അതിർത്തി കടന്നിട്ട് ഇസ്ലാമിക തീവ്രവാദത്തിനെ അഴിച്ചുവിടാൻ ഉദ്ദേശം പാകിസ്ഥാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്രീ സലീം മടവൂർ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, ഇനിയും വേദന ഉണ്ടാക്കുന്ന തലത്തിലുള്ള തിരിച്ചടി പാകിസ്ഥാനിൽ ലഭിക്കുന്ന സാഹചര്യം ഭാരതത്തിന്റെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അതിനകത്ത് യാതൊരു വിധത്തിലുള്ള സംശയങ്ങളും വിചാരിക്കേണ്ട. ഇപ്പൊ ബംഗ്ലാദേശിൽ കംപ്ലീറ്റ് ചെയ്യട്ടെ ഞാൻ. ഇപ്പൊ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള ആഭ്യന്തര വിഷയമാണ്. ഇപ്പൊ കുറച്ച് നാളുകൾക്ക് മുമ്പ് ശ്രീലങ്കയിൽ ആഭ്യന്തരമായിട്ട് പ്രശ്നം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ത്യ ഉടനെ ശ്രീലങ്കയിലേക്ക് ചെന്ന് കണ്ണുരുട്ടണമെന്നാണോ അങ്ങ് പറഞ്ഞുകൊണ്ട് വരുന്നത്? ശ്രീലങ്കയിലെ വിഷയങ്ങൾ രമ്യമായി പരിഹരിക്കണം എന്ന് പറഞ്ഞ ആദ്യത്തെ തരത്തിൽ നമുക്ക് ഇടപെടാൻ മാത്രമേ, ഇവിടുന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ പോകാൻ മാത്രമേ ലോകത്ത് ഒരു ജനാധിപത്യപരമായി പെരുമാറുന്ന രാജ്യത്തിന് സാധിക്കുകയുള്ളൂ. ആ കാര്യം ശ്രീലങ്കയിൽ ചെയ്തിട്ടുണ്ട്. ലോകത്ത് ഏത് ഭാഗത്ത് അത്തരത്തിലുള്ള ഇപ്പോ ഈ പറയുന്ന റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം ഉണ്ടായി. ഉടനെ ഇന്ത്യ പുടിനെ നോക്കി കണ്ണുരുട്ടണോ അതോ ഉക്രൈനെ നോക്കി കണ്ണുരുട്ടണോ? എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞു വരുന്നത്? അത് ആ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. ഒരു രാജ്യത്ത് ആഭ്യന്തരമായ ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്തും നമുക്ക് അത് മാത്രമേ തുടക്ക കാലഘട്ടത്തിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
ബംഗ്ലാദേശിന്റെ ഭാഗത്ത് നിന്ന് തുടർന്നും ഗവൺമെന്റ് സ്പോൺസേഡ് ആയിട്ട് ഹിന്ദു വംശഹത്യ ഉണ്ടാവുകയും മൈനോറിറ്റീസിനെ സംരക്ഷിക്കാത്ത നീക്കങ്ങൾ തുടർന്നും ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ കഴിയും. ഇന്ത്യ അഫ്ഗാനിസ്ഥാനോ ചൈനയോ പോലെ ആരോടും യാതൊരു ബാധ്യതയും ഉത്തരവാദിത്വവും ഇല്ലാതെ പെരുമാറുന്ന ഒരു രാജ്യമല്ല. ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലേക്ക് സെന്റർ സ്റ്റേജിലേക്ക് കടന്നു നിൽക്കുന്ന രാജ്യമാണ്. ഈ രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടുമ്പോൾ അതിനൊരു ഡിഗ്നിറ്റി ഉണ്ടാവണം. ആ ഡിഗ്നിറ്റിയോട് കൂടിയേ ഇടപെടാൻ കഴിയുള്ളൂ. സ്വാഭാവികമായിട്ടും അത് ഒരു പരിധി ലംഘിക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ നിങ്ങൾ പറയുന്ന ഭീഷണിയുടെ ലെവലിലേക്ക് ഇന്ത്യക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യ നാളെ അവിടെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയെ കയറി ഭീഷണിപ്പെടുത്തിയിട്ട് അവരെന്താ വെറുതെ ഇരിക്കും? അവർ തീർച്ചയായിട്ടും ഇങ്ങോട്ടേക്ക് റിയാക്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. റിയാക്ട് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധ സമാനമായ സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവും. റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ഗവൺമെന്റ് ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ചുമ്മാ ചാടിക്കേറി നാളെ അങ്ങ് യുദ്ധം തുടങ്ങാൻ കഴിയുമോ? അങ്ങ് ബംഗ്ലാദേശ് ലിബറേഷന്റെ കാര്യം പറഞ്ഞല്ലോ. ബംഗ്ലാദേശ് ലിബറേഷൻ എന്താ ഒരു ദിവസം പൊട്ടി പുറപ്പെട്ട് അടുത്ത ദിവസം അവിടെ യുദ്ധം ഉണ്ടായതാണോ? എത്ര നാളത്തെ ഇഷ്യൂവിന് ശേഷമാണ് അവിടെ പറയുന്ന ഗൊറില്ല ഫോഴ്സസ് പാകിസ്ഥാൻ ആർമിയും തമ്മിലുള്ള എത്ര നാളത്തെ പോരാട്ടത്തിന് ശേഷമാണ്, എത്ര പട്ടണങ്ങൾ കത്തിയെറിഞ്ഞതിന് ശേഷമാണ് അവസാനം ഇന്ത്യ ഇടപെടേണ്ടി വന്നത്? ചുമ്മാ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും വിളിച്ച് പറയരുത്. ഇന്ത്യ കണ്ണുരുട്ടണം, ഭീഷണിപ്പെടുത്തണം. എന്താ ഇത്? മറ്റൊരു രാജ്യത്തെ സർക്കാരിനൊന്ന് ഭീഷണിപ്പെടുത്താൻ സാധിക്കുമോ? ഭീഷണിപ്പെടുത്തി അവർ വെറുതെ ഇരിക്കുമോ? അത് യുദ്ധത്തിലേക്ക് പോകത്തില്ലേ? ആ യുദ്ധത്തിലേക്ക് വെറുതെ ഒരു ദിവസം ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്ക് പോകാൻ സാധിക്കുമോ? ഇന്ത്യയുമായിട്ട് നിലവിൽ യുദ്ധം ചെയ്യാനോ ഇന്ത്യയുമായിട്ട് അത്തരത്തിലുള്ള ഒന്നും സാധിക്കുന്ന രാജ്യമല്ല നിലവിൽ ബംഗ്ലാദേശ്. അവിടെ ഇപ്പോഴും നമ്മൾ ഈ സംസാരിച്ചുകൊണ്ട് ഒരു രാജ്യത്തിന് ബംഗ്ലാദേശിന് ഇന്ത്യയായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടാനുള്ള ശേഷി ഉണ്ടെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരു രാജ്യത്തിനോട് സംസാരിക്കുന്നതിന് ഡിപ്ലോമാറ്റിക് ഇടപെടുന്നതിന് ഡിപ്ലോമസി എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ഡിപ്ലോമസി എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് ജിയോ പൊളിറ്റിക്സിൽ. ആ രീതിയിൽ ഇടപെടാൻ പറ്റുള്ളൂ. അങ്ങനെ തീരെ റെസ്പോൺസ് അങ്ങനെ ചാനലിൽ ഇരുന്നിട്ട് സംസാരിക്കുകയാണ്. അത് അല്പം കൂടി റെസ്പോൺസിബിൾ ആയിട്ട് വിഷയത്തിൽ സംസാരിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അല്ല, നിങ്ങൾ പറയുന്നത് മനസ്സിലായി. നിങ്ങൾ ഈ പ്രശ്നം അനന്തമായി തുടരലാണ് നിങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ ഒന്നും ചെയ്യില്ല. അവിടെയുള്ള മുഴുവൻ ഹിന്ദു സഹോദരന്മാരും മരണപ്പെട്ടാലും അവർ കൊല്ലപ്പെട്ടാലും എല്ലാ ക്ഷേത്രങ്ങളും യാതൊരു പ്രശ്നമില്ലാന്നല്ലേ പറഞ്ഞ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും പറയുന്നില്ലല്ലോ. അല്ല, അവിടുത്തെ ഭൂരിപക്ഷം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൊല്ലുന്ന സംശയം അവർ പ്രശ്നമാണെന്നാണോ പറഞ്ഞിരുന്നത്? ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾ ഏത് രാജ്യമൊന്നല്ല, നിങ്ങളുടെ ഭൂരിപക്ഷ സമുദായം അവിടെയുള്ള ഭൂരിപക്ഷം. എനിക്ക് അങ്ങനത്തെ അഭിപ്രായമൊന്നുമില്ല കേട്ടോ. എനിക്ക് അഭിപ്രായമൊന്നുമില്ല. ഞാൻ പറയട്ടെ, നിങ്ങളുടെ സഖ്യകക്ഷിയായിട്ട് രഹസ്യ സഖ്യകക്ഷിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. പറയട്ടെ, അവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരു ചില ആളുകൾ അതിലെ തീവ്രവാദം അവർക്കെതിരെ എന്തുകൊണ്ട് സാധിക്കുന്നില്ല അത് ഉത്തരം പറയാതെ കുറേ ബഹളം വെച്ചോണ്ട് കാരണം UN ഉൾപ്പെടെ കുറച്ചുകൂടി അഗ്രസീവായിട്ട് ഇടപെടേണ്ടുന്ന സാഹചര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ബംഗ്ലാദേശിലെ ഞാൻ നിലവാരമുള്ള ഒരു കാര്യത്തിനാണ് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങ് ദയവ് ചെയ്ത് മിണ്ടാതിരിക്കൂ. ഒന്നാമത്തെ കാര്യം, ബംഗ്ലാദേശിലെ ഇഷ്യൂ എന്ന് പറയുന്നത് ഇടയ്ക്ക് ഉയരും, വീണ്ടും താഴും, വീണ്ടും വരും. ഇപ്പൊ ചിന്മോയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തിട്ട് നവംബർ 27-ാം തീയതിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 3-4 ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സെഡിഷൻ ഉൾപ്പെടെയുള്ള ചാർജസ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് 2-3 ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. സ്വാഭാവികമായിട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ജിയോ പൊളിറ്റിക്സ് ഇന്റർനാഷണൽ സ്റ്റേജിലേക്ക് UN ഉൾപ്പെടെയുള്ള സ്റ്റേജസിലേക്ക് ആ വിഷയം തീർച്ചയായിട്ടും കൊണ്ടുവരുന്നതന്നെ ഉണ്ടാവും. ഇതിപ്പോൾ 48 മണിക്കൂർ 72 മണിക്കൂറോ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ വിഷയങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. തീർച്ചയായിട്ടും അതിന്റേതായ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ